ഓം പരാശ്രേഷ്ഠായ നമ. ഓരോരുത്തരുടെ സക്സസിലും ഓരോ രഹസ്യം ഉണ്ടാവും. പലരും ബിസിനസ്സിലൊക്കെ രക്ഷപ്പെടുന്നു, അതിനൊരു രഹസ്യം ഉണ്ടാവും. ലൈഫിൽ രക്ഷപ്പെടുന്നു, അതിനൊരു രഹസ്യം ഉണ്ടാവും. ഈ എല്ലാ രഹസ്യങ്ങളും ഭാവത്തിൽ അടക്കിയൊക്കെയാണ് ജ്യോതിഷപ്രകാരം. പരാശരൻ ബ്രഹ്മാണ്ടത്തിലെ സകല സാധനങ്ങളും ഭാവത്തിൽ അടക്കി. എങ്ങനെ നമുക്ക് ഇത് കണ്ടെത്താം? ഒരാളുടെ രഹസ്യം എങ്ങനെ കണ്ടെത്താം? ഇത് മനസ്സിലാക്കി നമുക്ക് എങ്ങനെ സക്സസിലെത്താം, എങ്ങനെ ഫലം പറയാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. 12 ഭാവങ്ങളിൽ 9 ഗ്രഹങ്ങളെ കൊണ്ടത്, 27 നക്ഷത്രങ്ങളെ കൊണ്ടത്, ബ്രഹ്മാണ്ടത്തിലുള്ള സകലമാന വസ്തുക്കളെയും കാരകത്വമായി കൊണ്ടത്. നമുക്കിന്ന് മേഷരാശി എടുക്കാം. മേഷരാശി കാലപുരുഷന്റെ 1ാമത്തെ രാശി. 1ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം. ഇതൊന്ന്. ശരീരത്തിന്റെ രഹസ്യം ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യമാണ്. ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ആ രഹസ്യം പോയി കഴിഞ്ഞാൽ ശരീരമില്ല. ആ രഹസ്യം ഏതാണെന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആത്മാവ് പതുങ്ങിയിരിക്കുന്നത് ഇവിടെയാണ്, 8ാം സ്ഥാനത്ത്, 8ാം ഇടത്തില് ആത്മാവ്. അപ്പോ ഓരോന്നിന്റെയും രഹസ്യം അതിന്റെ 8ാം ഇടത്തില് കൊള്ളിച്ചിട്ടാണ് രാശിചക്രവും ഭാവചക്രവും തയ്യാറാക്കിയിട്ടുള്ളത്. 6, 8, 12 മറൈവ് സ്ഥാനങ്ങള്, ഒളിച്ചു വെക്കപ്പെട്ട സ്ഥാനങ്ങള്. സൂക്ഷ്മത്തെ മറച്ചു വെക്കപ്പെട്ടത്, സൂക്ഷ്മം എന്ന് പറഞ്ഞ രഹസ്യത്തെ മറച്ചു വെക്കപ്പെട്ടത് 8ലും, സ്ഥൂലത്തെ മറച്ചു വെക്കപ്പെട്ടത് 12ലും, 6ൽ മറച്ചു വെക്കപ്പെട്ടത് പിന്നീട് ഞാൻ പറയാം. 3ാം ഭാവത്തിൽ മറച്ചു വെക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അരൈമറൈവ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാൻ പറ്റും, വളരെ ഫ്രീ ആയി തന്നെ. അഡ്വാൻസ് അസ്ട്രോളജിയാണ്. അപ്പോൾ ലഗ്നത്തിന്റെ 8 മറൈവ് സ്ഥാനമായ 8ല് ശരീരത്തിലെ ആത്മാവിനെ മറച്ചു വെച്ചിരിക്കുന്നതാണ്. ശരീരത്തിലെ ആത്മാവ് എവിടെയാണെന്ന് ആർക്കും, യോഗികൾക്കല്ലാതെ അറിയാൻ പറ്റില്ല. അപ്പൊ 2ാം ഭാവത്തിന്റെ മറൈവ് സ്ഥാനം 9, അല്ലയോ? അപ്പൊ 2ാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറയുകയാണെങ്കിൽ പണം എന്ന് പറയാം, ധനം. ഭർത്തവ്യാം അഖിലം വിത്തം വാണി ചക്ഷുസ ദക്ഷിണം വിദ്യാച വിവിധ ഹേതിൽ സർവം ചിന്തിനേൻ ദ്വിതീയത. 2ാം ഭാവത്തിന്റെ ധനം എന്ന വിത്തം മറച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? 9ാം ഭാവം. 9ാം ഭാവം പരാശരം പറഞ്ഞനുസരിച്ച് വങ്കി, ബാങ്ക്. പണം കൊണ്ടുപോയി നമ്മൾ മറച്ചു വെക്കുന്നത് ബാങ്കിലും നമ്മുടെ വീട്ടിലെ പണപ്പെട്ടിയിലുമാണ്. 9ാം ഭാവം ബാങ്ക്, പണപ്പെട്ടി, ഭാഗ്യം വരുന്ന സ്ഥലങ്ങള്, ഭാഗ്യം തരുന്ന ഇടങ്ങള്, ദേവാലയ സ്ഥാനങ്ങൾ, ഒക്കെയാണ്. ഗുരുവിന്റെ ഇടം എന്ന് പറഞ്ഞാൽ 2ാം ഭാവത്തിലുള്ള വിദ്യ, പ്രൈമറി വിദ്യ കിട്ടണമെങ്കിൽ അത് മറച്ചു വെച്ചിരിക്കുന്ന ഗുരുവിന്റെ ഇടത്തിലാണ്, ഗുരുകുലത്തിൽ പോകേണ്ടി വരും. എവിടെയാണോ മറച്ചു വെച്ചിരിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും, അവിടെ വെക്കാൻ പറ്റും, അവിടെ നിന്ന് നമുക്ക് തിരിച്ചു എടുത്തുകൊണ്ടുവരാനും പറ്റും. ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഇവിടെയും വേണം, ഇവിടെ ഉണ്ടാവണം ഇവിടെയും വേണം. ഉദാഹരണം, ആത്മാവിന് ബലം ഉണ്ടെങ്കിൽ ശരീരവും, ശരീരത്തിന് ബലം ഉണ്ടെങ്കിൽ ആത്മാവും നിലനിൽക്കും. 3ാം ഭാവം മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നത് 10ലാണ്. 3ാം ഭാവം കുറെ കാരകത്തുള്ളതില് ധൈര്യം, വീര്യം, ദുർബുദ്ധിയൊക്കെ ഇങ്ങനെ എല്ലാം ഉള്ളതില് ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ളത് എടുത്ത് പറയാം. സ്കില്ല്. അപ്പൊ ശരീരം, ആത്മ, ധനം, ബാങ്ക്, അല്ലെ? 3ാം ഭാവം ഏതാ? മുയർച്ചി അഥവാ സ്കിൽസ് എന്നെടുക്കാം. നമുക്ക് സ്കിൽസ് ഉണ്ടെങ്കിൽ ഈ സ്കിൽസ് എല്ലാം നമ്മൾ കൊണ്ടേ മറയ്ക്കപ്പെടുന്നത് ഏതിലാണ്? 3ന്റെ 8 10ാം ഭാവത്തിലാണ്. എണ്ണനോട്ടം ഇങ്ങനെ. ഇത് നിങ്ങൾ അഡ്വാൻസ് അസ്ട്രോളജി പറയാനാറോ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ എണ്ണിയൊന്നും കാണിക്കണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ബേസിക് വീഡിയോ എല്ലാം ഞാൻ ഒഴിവാക്കി ഇപ്പൊ കുറച്ച് സ്പെഷ്യൽ വീഡിയോസ് മാത്രം ചെയ്യണത്. 3ന്റെ മറൈവ് 10, 8ാം ഭാവമാണ്. അപ്പൊ സ്കിൽസ് കൊണ്ടേ മറച്ചു വെച്ചിരിക്കുന്നത് 10ാം ഭാവത്തിലാണ്. 10ാം ഭാവം എന്ന് പറഞ്ഞാൽ ബിസിനസ്.
ഒരാള് ബിസിനസ്സിൽ വളരെയധികം ഡെവലപ്പായി, അവന് സ്വത്തുക്കളും വകകളും ഒക്കെ ആയി കഴിയുമ്പോൾ ആൾക്കാർ പറയും കള്ളൻ, ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയെന്ന് പറയും. അവര് ചിന്തിക്കുന്നില്ല ഇവന്റെ സ്കില്ല് കൊണ്ടെന്നാണ് ഇവൻ ഈ ബിസിനസ്സിൽ മറച്ചു വെച്ചിരിക്കുന്നത്. ആ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഇവന്റെ സ്കില്ല് അറിയാൻ പറ്റുന്നില്ല. അപ്പോ ഒരു ബിസിനസ് വളരണമെങ്കിൽ എന്തുകൊണ്ട് വളരണമെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ മറഞ്ഞിരിക്കുന്ന അവന്റെ കഴിവുകളെ, അവന്റെ ഉയർച്ചയെ, അവന്റെ ധൈര്യത്തെ, അവന്റെ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയെ എല്ലാമാണ് നമ്മൾ എടുക്കേണ്ടത്. ബാങ്കിൽ ഒരുത്തന് കോടിക്കണക്കിന് പൈസ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവൻ ധനമുണ്ടാക്കാനായിട്ട് അവന്റെ വിദ്യ, അവന്റെ പഴക്കവഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ ക്യാരക്ടർ, അവന്റെ സ്പീച്ച്, അവന്റെ എല്ലാം ഇവിടെ ഇതാകണം. ഇവിടെ ആത്മീയമായിട്ടുള്ള ഉന്നതി ഉണ്ടാവുകയാണെങ്കിൽ അവന്റെ ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം അങ്ങനെ വരും. അത്തരത്തിൽ നമ്മൾ കണക്കാക്കണം. 4-ാം ഭാവത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് 11-ാം ഭാവത്തിലാണ്. 8-ാം ഭാവം, 4ക്ക് 8 11. 4-ാം ഭാവം, 4-ാം ഭാവത്തിൽ ഒത്തിരി കാരകത്വം ഉണ്ട്. അതിലൊരു കാരകത്വം നമുക്ക് നോക്കാം. അപ്പോ മാതാ സുഹൃ മാതുര ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാരകത്വമുണ്ട്. ലാളിത്യം അമ്പ ശയനഞ്ച വൃത്തി പശ്വാദികം വേശ്മഗ്രഹം ചതുർത്തൽ, അല്ലെ? അപ്പോ 4-ാം ഭാവം മുതലീട് അഥവാ ബിസിനസ് ചെയ്യാനുള്ള മൂലധനം, ക്യാപിറ്റൽ. ഞാൻ ഊന്നി പറയണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞോളൂ, എല്ലാം കണക്റ്റഡാ. ക്യാപിറ്റല് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ 11-ാം ഭാവത്തിൽ വന്നാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും, ലാഭം കിട്ടും. ലാഭം ഇരിക്കുന്നത് അവന്റെ ക്യാപിറ്റലിലാ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോ നമ്മൾ നോക്കുന്നത് പണം മാത്രമല്ല, 4-ാം ഭാവത്തിലുള്ള എല്ലാം ക്യാപിറ്റലാ. വസ്തുവകകള്, നേരത്തെ ഒന്നല്ലേ, അമ്മയുടെ അനുഗ്രഹം പോലും പ്രധാനമാണ്. സുഹൃത്തുക്കള് ഹെൽപ്പ് ചെയ്യണം, മാതുല അമ്മാവന്മാര്, ഇതൊക്കെ വരും. ഒരുത്തന് സക്സസും പ്രോഫിറ്റും ലാഭം ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ഓക്കെ ലാഭം ഉണ്ടാവും. ഭാഗിനേയോ മരുമക്കള്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭൂമി, സുഖം വേണം, സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ളത് വേണം, വാഹനങ്ങൾ ഉണ്ടാവണം, ആസനം വേണം, ഇരിപ്പിടം വേണം, അതായത് തൊഴിൽശാല വേണം, ഭൂമികൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. ഇവിടെ ഞാൻ ക്യാപിറ്റൽ മൂലധനം മാത്രം പറഞ്ഞിട്ടുള്ളൂ, എല്ലാം ക്യാപിറ്റലാണ്. അപ്പോൾ ഒരുത്തന്റെ ബിസിനസ്സിലെ പ്രോഫിറ്റും വളർച്ചയും വലിയ പണവും വലിയ വളർച്ചയ്ക്കും കാരണമാണ് അവന്റെ മുതലീട് ക്യാപിറ്റല്. ഇത് വേറെ തരത്തിലും പറയാൻ പറ്റൂ കേട്ടോ. 4 മാതാവിന്റെ രഹസ്യം ഇരിക്കുന്നത് ഇവിടെ നിന്ന് നെഗറ്റീവ് അർത്ഥത്തിൽ പറയാൻ പറ്റും. 11-ാം ഇടം എന്നൊക്കെ പറഞ്ഞാൽ വേറെ പല അർത്ഥങ്ങളുണ്ട്. ഞാനത് എനിക്ക് പറയാൻ പറ്റില്ല ഈ വീഡിയോയിൽ. നെഗറ്റീവിനെ പറയാൻ പറ്റില്ല, അമ്മയുടെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അതും ഇമ്പോർട്ടൻ്റ് ആണ്. 5-ാം ഭാവത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് 12-ാം ഭാവത്തിലാണ്. അത് വേണമെങ്കിൽ ഞാൻ കുറച്ച് തട്ടിച്ച് പറയാം. 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നെടുക്കുകയാണെങ്കിൽ ഈ പുത്രന്റെ രഹസ്യം ഇരിക്കുന്ന ഇവിടെ 12-ാം ഭാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശയനം. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കിടപ്പ്, അയന ശയനങ്ങളൊക്കെയാണ്. ശയനം കിടപ്പ്, സാധാ കിടപ്പല്ല, ഭാര്യാഭർത്ത ദമ്പതികന്മാരുള്ള തമ്മിലുള്ള കിടപ്പ്. അപ്പൊ ഒരു കുട്ടി ഉണ്ടാവുന്നത് കിടപ്പിൽ നിന്നാണ്. 4-ാം ഭാവത്തിന്റെ, അതായത് മാതാവ് 4-ന്റെ 9 കണക്ഷൻ, 4-ാം ഭാവത്തിന്റെ 9-ാം ഭാവ കണക്ഷനിലുള്ള ശയനം മൂലം ഉണ്ടാവുന്നു കുട്ടി, പുത്രൻ ഉണ്ടാവുന്ന പ്രക്രിയ. അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അല്ലെങ്കിൽ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ കാതൽ എന്ന് വേണമെങ്കിൽ എടുത്തിട്ട് വേണമെങ്കിൽ ഒരെണ്ണം പറയാം. കാതൽ, അതായത് പ്രേമത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് എവിടെയാണ്? രഹസ്യവേഴ്ചയിലാണ്, അല്ലെ? പ്രേമത്തിന്റെ രഹസ്യം അടക്കിയിരിക്കുന്ന രഹസ്യവേഴ്ചയിലാണ് കാമുകന്മാര്. രഹസ്യവേഴ്ച 12-ാം ഭാവം. ഇങ്ങനെ ഓരോന്ന് പറയാൻ പറ്റും. ഇതിൽ ഉള്ള പൂർവ്വ പുണ്യം ഇരിക്കുന്നത്
പൂർവ്വ പുണ്യം അല്ലെങ്കിൽ പുണ്യം എന്നൊക്കെ കൂട്ടുക. പുണ്യം ഇരിക്കുന്നത് 12ാം ഭാവം. 12ാം ഭാവം എന്ന് പറഞ്ഞാൽ സാധന, ആത്മസാധന. ആത്മസാധന എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകതരം യോഗ ക്രിയകൾ കുണ്ടലിനിയൊക്കെ ഇല്ലേ. അപ്പോ പുണ്യം കിട്ടണമെങ്കിൽ അതിന്റെ സൂക്ഷ്മമായ രഹസ്യമായിട്ടുള്ള സാധനങ്ങളിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോ ഞാൻ രണ്ടുകൂണ്ണം പറഞ്ഞു. ഇനി 6ാം ഭാവത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് എവിടെയാ? 6ന്റെ 8ആയിട്ടുള്ള ലഗ്നഭാവത്തിലാണ്. ലഗ്നം, ശരീരം, 6 ഉഴയ്പ് എന്ന് നമുക്ക് എടുക്കാം. ഉഴയ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഹാർഡ് വർക്കിന്റെ രഹസ്യം ഇരിക്കുന്നത് ശരീരത്തിലാണ്. നല്ല ശരീരമാണെങ്കിൽ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. അവന്റെ ശരീരം നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നല്ലോണം വർക്കൗട്ട് ചെയ്തിട്ടാണ് അവന്റെ ശരീരം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. വർക്കൗട്ട് ചെയ്യുന്നവനായിരിക്കും നല്ല ശരീരം. 2, 6ാം ഭാവത്തിൽ വേറെ പല കാര്യങ്ങളുണ്ട്. വേല, തൊഴിലുണ്ട്. വേല. 1ാം ഭാവത്തിലുണ്ട് പ്രശസ്തി, ദേശസ്യ സൗഷ്ഠവം, സ്വാസ്ഥ്യം, സ്ഥിതി, ശ്രേയസ് ഉണ്ട് അല്ലെ. ശ്രേയസ്. വേലയിൽ ഒരുത്തന്റെ തൊഴിലിലുള്ള സ്കില്ല് അനുസരിച്ചിട്ടാണ് അവന് പ്രശസ്തിയും പ്രസിദ്ധിയും ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവന്റെ 6ാം ഭാവത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് ലഗ്നത്തിലാണ്. അതായത് ശ്രേയസിന്റെ രഹസ്യം വേലയിലാണ് ഇരിക്കുന്നതെന്ന്. ഈ വേല ഉണ്ടെങ്കിലേ ശ്രേയസ് ഉണ്ടാവുള്ളൂ, ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലേ ശരീരം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാതലുണ്ടെങ്കിലാണ് ഒളി വീഴ്ച ഉണ്ടാവുള്ളൂ. ആത്മസാധന ഉണ്ടെങ്കിലാണ് കുണ്ടലിനി ഉണരുള്ളൂ. ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. സ്കിൽ ഉണ്ടെങ്കിലേ ബിസിനസ് ഉണ്ടാവുള്ളൂ. ശരീരം ഉണ്ടെങ്കിലേ ആത്മാവ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആത്മാവ് നിൽക്കാൻ പറ്റൂല. 7ാം ഭാവത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് 2ാം ഭാവത്തിലാണ്. 7ന്റെ 2. 7ാം ഭാവം വേണമെങ്കിൽ നമുക്ക് ഭാര്യ എടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ എടുക്കാം. ഭാര്യ എടുക്കുകയാണെങ്കിൽ ഭാര്യയുടെ രഹസ്യം ഇരിക്കുന്നത് എവിടെയാണ്? കുടുംബത്തിലാണ്. 2ാം ഭാവം കുടുംബം. അപ്പൊ ഭാര്യയുടെ രഹസ്യം കുടുംബത്തിലാണ് ഉള്ളത്. അതേപോലെ ഒരു ഭാര്യ, ഒരു സ്ത്രീ നല്ലവളാണോ എന്ന് അറിയണമെങ്കിൽ അവളുടെ പേച്ച് നോക്കിയാൽ മതി, സംസാരം നോക്കി അറിയാൻ പറ്റും, അവളുടെ വിദ്യ നോക്കി അറിയാൻ പറ്റും, അവളുടെ പഴക്കവഴക്കങ്ങൾ അറിയണമെങ്കിൽ. അതേപോലെ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക. കസ്റ്റമർ നമ്മുടെ കസ്റ്റമറാണ് എങ്കിൽ ആ കസ്റ്റമറിന്റെ രഹസ്യം ഇരിക്കുന്നത് എവിടെയാണ്? നമ്മളുടെ സംസാരത്തിലാണ്. ഡീലിംഗിലാണ്. ഡീലിംഗ് 2ാം ഭാവം, 7ാം ഭാവം കസ്റ്റമർ. അപ്പൊ നമുക്ക് കൂടുതൽ കസ്റ്റമർ ഉണ്ടെന്ന് അവന്റെ ജ്യോതിശാലയത്തിലെ ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്, ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അയാളുടെ ഡീലിംഗ് കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ അവൻ കള്ളനായിരിക്കും എന്ന ആൾക്കാർ പറഞ്ഞാലും അവന്റെ ഡീലിംഗ് പക്കയായിരിക്കും. ഇവിടെ അവന്റെ തൊഴിൽ നോക്കിയ അവന്റെ വേല അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് ശ്രേയസ് ഉണ്ടാവുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതിൽ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. മൈഥുനം, 7ാം ഭാവം മൈഥുനം, ഇന്റർക്രോസ്. ഇതിന്റെ രഹസ്യം ഇരിക്കണ വീട്ടിലാണ്. മൈഥുനം രഹസ്യമായി ചെയ്യണമെങ്കിൽ വീടാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി 8ാം ഭാവത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് 3ലാണ്. 8ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുസ്. ആയുസ് എടുക്കുകയാണെങ്കിൽ 8ാം ഭാവത്തിൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ. സർവപ്രണാശ വിധോവാദം എന്നുള്ള പ്രമാണം, അതല്ലാണ്ട് സൺഡേ, സച്ചരവ്, കേസുകള്, കെട്ടപ്പഴക്കവഴക്കങ്ങള്, അപകടങ്ങള്, ചീത്ത സ്ഥലങ്ങള്, ചീത്ത ഇടങ്ങള്, മാറാത്ത രോഗം, മരണം, ദണ്ഡങ്ങൾ, ഇതൊക്കെ വരുമല്ലോ നെഗറ്റീവ്സ്. പോസിറ്റീവ്സ് ആണെങ്കിൽ ഇൻഷുറൻസ്, ക്യാപിറ്റൽ ഇറക്കി പെട്ടെന്ന് പണം വരുന്ന ജോലികൾ, അങ്ങനെ കുറെ ഉണ്ട്. എന്തായാലും ആയുസിന്റെ രഹസ്യം ഇരിക്കുന്ന 3ലാണ് എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ മൂച്ചിപ്പയച്ചി അഥവാ വാസി, തമിഴിൽ വാസി എന്ന് പറയും. പ്രാണയാമം, യോഗ, ഇതെല്ലാം
മൂന്നാം ഭാവത്തിലാണ് ഇരിക്കുന്നത്. വാസിയോഗം, പ്രാണായാമം, ശരകലയൊക്കെ മൂന്നിലാണ്. അപ്പൊ ആത്മാവിന് പവർ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ശരകല ചെയ്താൽ മതി. ശരം ചെയ്യൂ. ഞാൻ ശരം പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ അറിയാലോ, വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയാലോ. അപ്പൊ ഈ ശരം ചെയ്താൽ എന്തുണ്ടാവും? ആയുസ്സിന് വൃദ്ധി ഉണ്ടാകും. 9-ാം ഭാവത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് 4-ാം ഭാവത്തിലാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് ചുമ്മാ പറഞ്ഞു പോകാം. 9-ാം ഭാവം എന്ന് പറഞ്ഞ പിതാവ്, അച്ഛൻ. പിതാവിന്റെ രഹസ്യം ഇരിക്കുന്ന എവിടെയാണ്? അമ്മയുടെ കയ്യിലാണ് അല്ലെ? അമ്മ. അച്ഛൻ എന്തൊക്കെ കാര്യങ്ങൾ രഹസ്യമുണ്ടോ അതെല്ലാം അമ്മയ്ക്കറിയാം. 9-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാങ്ക് ആണെന്ന് എടുക്കുകയാണെങ്കിൽ റിവേഴ്സ് ക്യാപിറ്റൽ വരും. 9-ാം ഭാവത്തിന്റെ 9-ാം ഭാവത്തിന്റെ 8 എന്ന് പറഞ്ഞാൽ 4. പെരിയ പണം ആണെങ്കിൽ അതിൻ്റെത് ക്യാപിറ്റൽ വേണം, സന്നാഹങ്ങൾ വേണം എന്നൊക്കെ എടുക്കാം. 10-ാം ഭാവത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് 5-ാം ഭാവത്തിലാണ്. അപ്പൊ തിരിച്ച് 10-ാം ഭാവത്തിൽ ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും എടുത്താലും, നമ്മൾ ബിസിനസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 5-ാം ഭാവം കാതൽ തിരുമണം, തിട്ടമിട്ട് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ബിസിനസ്സിൽ 10 ബിസിനസ് എന്ന് തന്നെ എടുക്കുക. ഞാൻ കൂടുതൽ പറയുമ്പോൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ബിസിനസിന്റെ സക്സസ് ഇരിക്കുന്നത് പ്ലാനിങ്ങിലാണ്. 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ തിട്ടമിടൽ എന്ന അർത്ഥമുണ്ട്. ഇവിടെ കാതിലും പൂർവ്വപുണ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുത്രനൊക്കെ അങ്ങനെയുള്ള പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബിസിനസ് എന്ന് പറയുന്ന 10-ാം ഭാവത്തിന്റെ രഹസ്യം 5-ാം ഭാവത്തിൽ പ്ലാനിങ് ആണ്. പ്ലാനിങ് ഉണ്ടെങ്കിൽ ബിസിനസ് സക്സസ് ഉണ്ടാവും. 10th പ്ലേസ് ഒരു ബിസിനസ്സിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ഇല്ലെങ്കിലും പ്ലാനിങ് ക്ലിയർ ആയിട്ട് ഉണ്ടാവണം. എന്തൊക്കെ ഉണ്ടായാലും പ്ലാനിങ് ഇല്ലെങ്കിൽ ബിസിനസ് പൊട്ടിപ്പോവും. അതുകൊണ്ട് ബിസിനസ്സിൻ്റെത് രഹസ്യം 5-ാം ഭാവത്തില്. 11-ാം ഭാവത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് 6-ാം ഭാവത്തിലാണ്. പെരും ലാഭമാണ് 11. പെരും ലാഭം, ബിഗ് സക്സസ്, ബിഗ് എമൗണ്ട് ഓഫ് മണി. പെരും ലാഭം ഇരിക്കുന്നത് 6-ാം ഭാവത്തിലാണ്. രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ അധികം ഉള്ള ട്രയൽസ്, വളരെ അധികമുള്ള അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കിംഗ് 6-ാം ഭാവം. അപ്പോൾ ഒരു ബിഗ് സക്സസിന്, ഏത് മേഖലയിലായാലും ബിഗ് സക്സസിന് സിസ്റ്റമാറ്റിക് ആയിരിക്കണം. സിസ്റ്റമാറ്റിക് വർക്കിംഗ് ആണ് 6-ാം ഭാവം. സിസ്റ്റമാറ്റിക് വർക്കിംഗ് ആണ്. വേല ഏത് തൊഴിലായാലും സിസ്റ്റമാറ്റിക് വർക്കിംഗ് ആണ് 6-ാം ഭാവം കൊടുക്കുന്നത്. സിസ്റ്റമാറ്റിക് അല്ലാത്ത വർക്കിംഗ് വരുമ്പോൾ നെഗറ്റീവായിട്ട് അൺസിസ്റ്റമാറ്റിക് വർക്കിംഗ് ആയിട്ടുള്ള രോഗം വരും. അപ്പോൾ 11-ാം ഭാവത്തിന്റെ രഹസ്യം 6-ലാണ് ഇരിക്കുന്നത്. 11-ാം ഭാവത്തിന് വേറെ ചില പ്രത്യേകതയുണ്ട്. കെട്ട വഴക്കമായിട്ടുള്ള ഒളിസേവ എന്നൊക്കെ പറയും. ഒളിസേവയില്ലേ, പല പെണ്ണുങ്ങളായിട്ടുള്ള നടപ്പ്, ഒളിച്ചിരുന്നിട്ടുള്ള ഡ്രഗ്സ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പെടും. 8-ാം ഭാവത്തിൽ മാത്രമല്ല 11-നും ഉണ്ട്. 11-ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒളിസേവ വന്നാല് അതിന്റെ രഹസ്യം ഇരിക്കുന്ന 6-ലാണ്. എന്തുവരും? 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകളുടെ കാമുകന്മാരെ, ജാരന്മാരെ വെക്കുന്ന ഭാവമാണ് 6. അപ്പൊ പുരുഷന്മാർക്ക് ഒളിസേവ ഉണ്ടെങ്കിൽ സ്ത്രീകൾ രഹസ്യബന്ധത്തിൽ ഏർപ്പെടും. ആ സ്ത്രീകളുടെ രഹസ്യബന്ധം 6ആയിട്ട് വരും. അപ്പോ ഒളിസേവ സ്ത്രീകളുടെ രഹസ്യബന്ധം. 12-ാം ഭാവത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് 7-ലാണ്. 12ന്റെ 8-ാം ഭാവം. 12-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാല് അന്യ ദേശഗമനം, മറ്റുള്ള രാജ്യത്ത് പോയി നമ്മൾ സെറ്റിൽ ആവുക. അപ്പൊ അതിന്റെ രഹസ്യം ഇരിക്കുന്ന 7-ാം ഭാവത്തിന്. അപ്പൊ ലോങ് ടേം ട്രാവലിംഗ്. 7-ാം ഭാവം ഷോർട്ട് ടേം ട്രാവലിംഗ്. 7-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിംഗ് ആണ്. 7-ാം ഭാവത്തിലുള്ള
വേറൊരു കാരകത്വം. അപ്പൊ ഒരാള് പലയിടങ്ങളിലും പലപ്പോഴും യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിൽ 7-ാം ഭാവമാണ്. കാലപുരുഷന്റെ ചരരാശി കൂടിയാണ് ഇത്. ഇത് ഉഭയരാശിയാണ്. പോയി കുറെ നാള് നിന്നിട്ട് തിരിച്ചു വരിക, ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ആവുക വേറൊരായിട്ട്. അപ്പൊ ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ആവുന്നതിനുള്ള രഹസ്യം എന്താണ്? അവൻ പല പ്രാവശ്യം പലയിടങ്ങളിൽ പോയി നിന്ന് അവിടെ താമസിച്ച് ആളുകളെ കണ്ട് അവരോട് ഡീല് ചെയ്തുള്ള പഴക്കം. അതാണ് 7-ാം ഭാവം പറയുന്നത്. അപ്പൊ 12-ാം ഭാവത്തിന്റെ രഹസ്യം ഇരിക്കുന്ന 7-ലാണ്. അപ്പൊ ഒരാള് സക്സസ് ആവുമോ എന്നുള്ളത്, ഒന്നിക്ക് അടുത്തത് പ്രാബല്യത്തിലിരുന്നാൽ മാത്രമേ സക്സസ് ആവുള്ളൂ. ഒന്ന് വേണമെങ്കിൽ, ശരീരം വേണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല പ്രശസ്തി വേണമെങ്കിൽ നല്ലവണ്ണം വേല ചെയ്യണം, നല്ലവണ്ണം അധ്വാനിക്കണം, നല്ല പണം വരണമെങ്കിൽ നല്ല മാതിരി, ഇത് 9-ാം ഭാവത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ നല്ല പണം വരുത്താൻ പറ്റും. ഇതൊക്കെ ഞാൻ വിട്ടുപോയത് ചേർക്കണം എന്നുള്ളൂ. അങ്ങനെ ഈ ഭാവങ്ങൾ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കൂടുതൽ പറയുമ്പോൾ നിങ്ങളുടെ തലയിൽ കയറില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും 12 ഭാവത്തിനുള്ളിൽ പരാശരൻ അടക്കിയിട്ടുള്ളത്. ഈ ശാസ്ത്രം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ചില പ്ലാനിങ്ങുകൾ ലൈഫിനെ കുറിച്ചൊക്കെ വരും. വെറുതെ പ്രമാണം മാത്രം പഠിച്ചു പോയതുകൊണ്ട് പഠിക്കുന്നവനും ഗുണമില്ല, വരുന്ന ആളുകളെ പറഞ്ഞ് ഭയപ്പെടുത്താതിരിക്കാനും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്ലാനിങ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി പഠിച്ചാൽ നമുക്കിത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം പരാശരേശ്വരായ നമോ, ഈശ്വരായ നമഃ.